മിക്ക ദമ്പതികളും നേരിടുന്ന ഒരു പ്രശ്നമാണ് വിവാഹത്തിൻ്റെ ആദ്യ വർഷങ്ങളിലുള്ളതുപോലെ ഒരു താല്പര്യം പോകെ പോകെ ഇല്ലാതാകുക എന്നുള്ളത്. പലപ്പോഴും പങ്കാളികളിൽ ഒരാൾക്ക് ലൈംഗിക ജീവിതത്തിനോട് നല്ല താല്പര്യം ഉണ്ടായിരിക്കുകയും മറ്റേ പങ്കാളിക്ക് ഈ ഒരു കാര്യത്തിന് യാതൊരു താല്പര്യവും ഇല്ലാതിരിക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തിച്ചേരുക, ഇല്ലെങ്കിൽ വല്ലപ്പോഴും നിർബന്ധിച്ചാൽ മാത്രം എന്തെങ്കിലുമൊക്കെ കാണിച്ചു കൂട്ടുന്ന തരത്തിലേക്ക് ഉള്ള ഒരു സമീപനം പുലർത്തുക എന്നുള്ളത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ബന്ധത്തെ മിസ് മാച്ച്ഡ് ലിബിഡോ എന്നാണ് നമ്മൾ പൊതുവെ വിശേഷിപ്പിക്കുന്നത്. ഇതിൻ്റെ പിറകിലുള്ള ശാരീരികവും മാനസികവുമായ കാരണങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുകയും അത് പരിഹരിക്കാൻ സമയം കണ്ടെത്തുകയും ചെയ്തില്ല എങ്കിൽ പങ്കാളികളുടെ ഇടയിൽ വഴക്കുണ്ടാകുക, മോശം ബന്ധങ്ങളിലേക്ക് ആരെങ്കിലും ഒരാൾ, ഒന്നുകിൽ പുരുഷനില്ലെങ്കിൽ സ്ത്രീ മറ്റൊരു പങ്കാളിയെ തേടി പോകാനുള്ള ഒരു അവസ്ഥയുണ്ടാകുക എന്നിങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെയും ദാമ്പത്യ ജീവിതത്തിൽ സംഭവിക്കാറുണ്ട്. അപ്പോൾ ഈ ഒരു പ്രശ്നത്തിൻ്റെ പിറകിൽ പ്രവർത്തിക്കുന്ന കാരണങ്ങളും അതിൻ്റെ പരിഹാര മാർഗങ്ങളുമാണ് നമ്മളിന്ന് കാണുവാനായിട്ട് പോകുന്നത്. അപ്പോൾ ചാനൽ കാണുന്ന എല്ലാ ആളുകളും വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്ത് കാണാനും സബ്സ്ക്രൈബ് ചെയ്യാനൊക്കെ ശ്രമിക്കുമല്ലോ. ഈ കുറഞ്ഞ ലിബിഡോ എന്ന് പറയുമ്പോൾ അതിനകത്ത് പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടെയുണ്ട്. അതായത് കുറച്ച് കാലത്തേക്ക് മാത്രം താല്പര്യമില്ലാതിരിക്കുന്ന അവസ്ഥ. ഇതോടൊപ്പം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പുരുഷന്മാരെയൊക്കെ സംബന്ധിച്ച് അല്ലെങ്കിൽ സ്ത്രീകളെ സംബന്ധിച്ച് അവരുടെ പങ്കാളിയോടൊത്ത് മാത്രം താല്പര്യമില്ല, അല്ലെങ്കിൽ വീട്ടിലിരിക്കുന്ന ഭാര്യയോട് ഭർത്താവിനോട് താല്പര്യമില്ല, മറ്റൊരാളോട് നല്ല താല്പര്യം തോന്നുന്ന അവസ്ഥ. ഇത് രണ്ടും ഒരുപോലെ പ്രശ്നമാണ്. പുരുഷന്മാരെയൊക്കെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു പ്രശ്നം എന്ന് പറയുന്നത് ഉദാഹരണ ശേഷിക്കുറവ് ഉണ്ടാകുക, അല്ലെങ്കിൽ പെട്ടെന്നുള്ള ശീഘ്രസ്ഖലനം. ഇതിനെ വേണമെങ്കിൽ ഈ ലിബിഡോയുമായിട്ട് നമുക്ക് ബന്ധപ്പെടുത്താം. സ്ത്രീകളെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഇത്തരം ഒരു പ്രശ്നം ഉണ്ടാകുന്നതിനുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് പ്രായമാകുമ്പോൾ അല്ലെങ്കിൽ ആർത്തവ വിരാമത്തോടൊക്കെ അനുബന്ധിച്ചുണ്ടാകുന്ന ഈസ്ട്രജൻ്റെ അളവിലുണ്ടാകുന്ന വ്യത്യാസമാണ്. ഈസ്ട്രജൻ്റെ അളവിൽ വ്യത്യാസം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ട് യോനി വരൾച്ചയുണ്ടാകും, ലൈംഗിക ബന്ധം വളരെ വേദനാജനകമായിരിക്കും. അതുകൊണ്ട് തന്നെ ഏതെങ്കിലുമൊക്കെ ലൂബ്രിക്കൻസ് ഉപയോഗിക്കാൻ നമ്മൾ പലപ്പോഴും പറയാറുണ്ട്. ഇനി മറ്റ് ചില കാരണങ്ങൾ കൂടെയുണ്ട്. ഇപ്പം സ്ത്രീകളെ പോലെ തന്നെ പുരുഷന്മാർക്കും ആർത്തവ വിരാമമുണ്ട് എന്ന് നമ്മൾ കണ്ടിട്ടുണ്ട്. എന്താണ് പുരുഷന്മാരിലെ ആർത്തവ വിരാമം? സ്ത്രീകളുടെ തന്നെ സമാനമായ ഒരു അവസ്ഥയൊന്നുമല്ല. അതായത് ടെസ്റ്റോസ്റ്റിറോൺ ഹോർമോണിൽ ഉണ്ടാകുന്ന വ്യത്യാസത്തിനനുസരിച്ച് പുരുഷന്മാർക്കും ഭയങ്കര ക്ഷീണം ഉണ്ടാകുക, ഉറക്കം ഇല്ലാത്ത അവസ്ഥ വരിക, അല്ലെങ്കിൽ ലൈംഗിക പ്രവർത്തനം അല്ലെങ്കിൽ ഈ ഒരു കാര്യം ചെയ്യുന്നതിനുള്ള താല്പര്യമില്ലാത്ത അവസ്ഥ വരിക, ഇവയൊക്കെയാണ് പുരുഷന്മാരിലെ ആർത്തവ വിരാമത്തിൻ്റെ ലക്ഷണങ്ങൾ എന്ന് പറയുന്നത്. ഇതൊക്കെയാണ് ലോ ലിബിഡോയുടെ ഒരു പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റു ചില കാര്യങ്ങൾ കൂടെയുണ്ട്. ഏതൊക്കെ സാഹചര്യങ്ങളിലാണ്? അപ്പോൾ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഒന്നുകിൽ നമ്മൾ പറഞ്ഞു ആർത്തവ വിരാമവുമായിട്ട് ബന്ധപ്പെട്ട കാര്യം, ഇല്ലെങ്കിൽ ഈസ്ട്രജൻ കുറഞ്ഞു പോകുന്ന അവസ്ഥ, അതിന് ഉപരിയായിട്ട് ചെറിയ കുട്ടികളെ അല്ലെങ്കിൽ പ്രസവത്തിന് ശേഷം ചെറിയ കുട്ടികളൊക്കെ നോക്കേണ്ടുന്ന സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം കുട്ടികൾക്ക് വേണ്ടിയിട്ട് കൂടുതൽ സമയം ചെലവഴിക്കുക, അവർക്ക് പാല് കൊടുക്കുക, ബ്രസ്റ്റ് ഫീഡിങ്, ഇതുമായിട്ട് ബന്ധപ്പെട്ട ആവശ്യത്തിന് പോഷകാഹാരം ലഭിക്കാതെ വരുമ്പോൾ ഉണ്ടാകുന്ന അമിതമായ ക്ഷീണം, ഉറക്കക്കുറവ്, ഇത് പുരുഷന്മാരിലും സ്ത്രീകളിലും ജോലി പരമായിട്ട് ഇന്നത്തെ കാലത്ത് ഒരുപാട് വൈകിയിരുന്ന് ജോലി ചെയ്യുന്ന ആൾക്കാരൊക്കെ ധാരാളമുണ്ട്. ഇപ്പോൾ പുരുഷന്മാരിലും സ്ത്രീകളിലൊക്കെ സംബന്ധിച്ചിടത്തോളം ഈ അമിതമായ ജോലിഭാരം അല്ലെങ്കിൽ ജോലി സ്ഥലത്തെ സ്ട്രെസ്സ്, കുടുംബജീവിതത്തിലെ പ്രശ്നങ്ങൾ, ഇത്തരം കാര്യങ്ങളെല്ലാം ഈ ഒരു അവസ്ഥയ്ക്ക് കാരണമാക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഗർഭനിരോധനത്തിന് കഴിക്കുന്ന മരുന്നുകൾ തൈറോയിഡ് പ്രശ്നങ്ങളും സ്ത്രീകളിലും ഈ ലിബിഡോ വളരെ കുറയുന്നതിന് കാരണമാക്കുന്നുണ്ട്. മറ്റു ചില കാര്യങ്ങൾ എന്ന് പറയുന്നത് എപ്പോഴെങ്കിലുമൊക്കെ ദാമ്പത്യ ജീവിതത്തിലുണ്ടായ പ്രശ്നങ്ങൾ, പങ്കാളിയുമായിട്ട് ശാരീരികവുമായിട്ടോ മാനസികവുമായിട്ടോ വൈകാരികവുമായിട്ടോ ഉള്ള താല്പര്യക്കേട്, അടിക്കടിയുള്ള വഴക്ക്, ലഹരി മരുന്നുകളുടെ അല്ലെങ്കിൽ മദ്യം, പുകവലി, മയക്കുമരുന്ന് ഇവയുടെയൊക്കെ ഉപയോഗം ഉണ്ടെങ്കിലും സ്വാഭാവികമായിട്ടും ലൈംഗികമായിട്ടുള്ള ഒരു ബന്ധത്തെ ഇത് കാര്യമായിട്ട് ബാധിക്കാറുണ്ട്. മറ്റ് ചില പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും അല്ലെങ്കിൽ പ്രത്യേകിച്ച് പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം BP കഴിക്കുന്ന ചില മരുന്നുകൾ ഉദാഹരണ പ്രശ്നങ്ങൾ ഉണ്ടാക്കാറുണ്ട്, അല്ലെങ്കിൽ പെട്ടെന്ന് ശീഘ്രസ്ഖലനത്തിന് ഇടയാക്കാറുണ്ട്. സമാനമായ രീതിയിൽ നിങ്ങൾ കഴിക്കുന്ന പല മരുന്നുകളും നിങ്ങൾക്ക് അമിതമായ ഉറക്കം നൽകുക, ഇല്ലെങ്കിൽ ഉറക്കം ഒട്ടുമില്ലാത്ത അവസ്ഥയിലേക്ക് എത്തുക,
ഇനി ഇതുപോലെ തന്നെ വ്യായാമമില്ലാത്ത അവസ്ഥ, ഒരുപാട് ജങ്ക് ഫുഡ് കഴിക്കുക, അല്ലെങ്കിൽ ആരോഗ്യകരമായ ഒരു ഭക്ഷണശീലമില്ലാത്തതും ലിബിഡോ കുറയ്ക്കുന്നതിന് കാരണമായിട്ട് മാറാറുണ്ട്. സമാനമായ രീതിയിൽ എപ്പോഴും നിങ്ങൾ സ്ത്രീകളെക്കുറിച്ച് ചിന്തിക്കുമ്പോഴും സ്ത്രീകൾ എക്സസൈസ് ഇല്ലാതിരിക്കുക, ഒത്തിരി അമിത ഭാരം ഉണ്ടാകുക, വയറ് അമിതമായ രീതിയിലേക്കൊക്കെ വർദ്ധിക്കുക. അപ്പം സ്വാഭാവികമായിട്ട് ലൈംഗിക പ്രവർത്തനങ്ങളോടുള്ള താല്പര്യം പങ്കാളികൾക്ക് രണ്ടുപേർക്കും കുറഞ്ഞു പോകും. ഇതുപോലെ തന്നെ ഹൃദ്രോഗത്തിന് കഴിക്കുന്ന ചില മരുന്നുകൾ, അതുപോലെ ക്യാൻസർ രോഗവുമായിട്ട് ബന്ധപ്പെട്ട ട്രീറ്റ്മെൻറ്റ് എടുക്കുന്ന വ്യക്തികൾക്ക് ഏതെങ്കിലുമൊക്കെ സാഹചര്യങ്ങളിൽ അത്തരം വ്യക്തികളുണ്ടെങ്കിൽ റേഡിയേഷന്, കീമോ ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളിലേക്ക് കടന്നു പോകുന്ന അവസരത്തിൽ തീർച്ചയായിട്ടും അവർക്ക് ലൈംഗിക ബന്ധം അല്ലെങ്കിൽ ലൈംഗിക ശേഷി പുലർത്തുന്നതിനുള്ള ആരോഗ്യമൊക്കെ വളരെ കുറഞ്ഞു പോകുന്ന ഒരവസ്ഥയുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇതിനൊക്കെ വേണ്ടിയിട്ട് ഒന്നെങ്കിലും മരുന്ന് മാറ്റി കഴിക്കുക, അല്ലെങ്കിൽ കൃത്യമായിട്ട് ഉറങ്ങാത്ത ആളുകൾ കൃത്യസമയത്ത് ഉറങ്ങാനായിട്ട് ശ്രമിക്കുക, ആവശ്യത്തിന് എക്സസൈസ് ചെയ്ത ബോഡിക്ക് ഒരു ഉണർവ് നൽകുന്നതിന് അല്ലെങ്കിൽ പോഷകാഹാരം കഴിക്കുക. ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം പ്രത്യേകിച്ച് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ലിബിഡോയെ വർദ്ധിപ്പിക്കുവാനായിട്ട് കഴിയുന്ന കാര്യം തന്നെയാണ്. ഇനി ദീർഘകാലം എന്നില്ല, ചിലപ്പോൾ ചില പ്രത്യേക സാഹചര്യങ്ങൾ കൊണ്ട് ഇപ്പോൾ ഭാര്യയും ഭർത്താവും തമ്മിൽ ഒരു കൃത്യമായ ആശയവിനിമയം ഇല്ലാതിരിക്കുക, എന്നുള്ള വഴക്ക്, മാനസികമായി അടുപ്പമില്ലാതിരിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഈ ഒരു പ്രശ്നം അവരുടെ ഇടയിൽ ഉണ്ടാകാറുണ്ട്. അതുപോലെ എപ്പോഴെങ്കിലുമൊക്കെ നമ്മൾക്ക് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നേരിടുന്ന വ്യക്തികളാണെങ്കിൽ പരസ്പരം കുറ്റപ്പെടുത്താതെ എന്തിനാണ് ഇങ്ങനെ ജീവിക്കുന്നത്, നമുക്ക് പിരിയാം, ഇല്ലെങ്കിൽ ഇത്തരത്തിലുള്ള അനാവശ്യമായ കുറ്റപ്പെടുത്തലുകളും വഴക്കുകളും ഒക്കെ നിങ്ങളുടെ ഇടയിൽ ഉണ്ടെങ്കിൽ അതിനെ മാറ്റിവെച്ചുകൊണ്ട് ഈ പ്രശ്നങ്ങൾ എങ്ങനെ പരിഹരിക്കാം എന്ന് രണ്ടുപേരുടെ സമാധാനപരമായിട്ട് ചിന്തിച്ച് മുന്നോട്ട് പോവുക എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ടതാണ്. അതുപോലെ ഒരേ തരത്തിലുള്ള ആവർത്തന വിരസത, അല്ലെങ്കിൽ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും ഫോർ പ്ലേയുടെ അഭാവം, ഇതൊക്കെ നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഫോർ പ്ലേയുടെ അഭാവം എന്ന് പറയുന്നത് പലപ്പോഴും സ്ത്രീക്ക് ലൈംഗിക ബന്ധം വളരെ വേദനാജനകമാക്കുന്നുണ്ട്. ആ ഒരു സാഹചര്യത്തിലാണെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ലൂബ്രിക്കൻസ് ഉപയോഗിക്കുക. ഇങ്ങനെയുള്ള വിവിധ കാരണങ്ങൾ കൊണ്ടാണ് പങ്കാളികളിൽ മിസ്മാച്ച് ലിബിഡോ എന്നൊരു അവസ്ഥ ഉണ്ടാകുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ പരിഹരിക്കുന്നതിനായിട്ട് രണ്ട് കൂട്ടരുടെയും ഭാഗത്തു നിന്നുള്ള ഒരു ശ്രമമാണ് ഏറ്റവും അത്യാവശ്യം. അതുപോലെ രോഗങ്ങൾ കൊണ്ട് രോഗ അവസ്ഥയിലുള്ളവർ അതിന് വേണ്ടിയിട്ട് ട്രീറ്റ്മെൻറ്റ് എടുക്കുക, അല്ലെങ്കിൽ മരുന്നുകൾ ഏതെങ്കിലുമൊക്കെ മാറ്റേണ്ട സാഹചര്യമുണ്ടെങ്കിൽ ഡോക്ടേഴ്സിനെ കണ്ട് നിങ്ങളുടെ പ്രശ്നങ്ങൾ തുറന്ന് ചർച്ച ചെയ്യുകയും മരുന്ന് മാറ്റി വാങ്ങുവാനായിട്ട് ശ്രമിക്കുക, കൃത്യമായിട്ട് ഉറങ്ങാനായിട്ട് ശ്രമിക്കുക, ഭാര്യയും ഭർത്താവും തമ്മിൽ ആശയവിനിമയം വർദ്ധിപ്പിക്കുക. ഇനി ചെറിയ കുട്ടികളൊക്കെ നോക്കുന്നതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് അമിതമായ ജോലിഭാരമൊക്കെ ആണെങ്കിൽ ഭാര്യമാരെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ ഓഫീസിലെ പ്രശ്നങ്ങളൊക്കെ ആണെങ്കിൽ പുരുഷന്മാരൊക്കെ കുറച്ച് സമയം ഒന്ന് ഒറ്റയ്ക്ക് വിടാനും അവരെ സപ്പോർട്ട് മാനസികമായിട്ട് ശാരീരികമായിട്ട് അവർക്കൊരു സപ്പോർട്ട് നൽകുവാൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമോ അതൊക്കെ ചെയ്യുവാനായിട്ട് ശ്രമിച്ചു കഴിയുമ്പോൾ ഈ ഒരു പ്രശ്നത്തെ നമുക്ക് മറികടക്കാനായിട്ട് കഴിയും. ഇപ്പോൾ സ്വന്തം പങ്കാളിക്ക് യാതൊരു താല്പര്യമില്ല, കാണുമ്പോൾ ഭയങ്കര ബോറായിട്ടും ഒരു വൃത്തിയായിട്ട് വസ്ത്രമൊന്നും ധരിക്കാതെ അനാകർഷകമായിട്ടാണ് നിങ്ങളുടെ പങ്കാളി എന്നും, അല്ലെങ്കിൽ ശരീരത്തിൻ്റെ ദുർഗന്ധം, വിയർപ്പ്, നാറ്റം ഇങ്ങനെയൊക്കെയുള്ള രീതിയിലാണ് നിങ്ങളുടെ മുന്നിൽ വരുന്നതെങ്കിൽ സ്വാഭാവികമായിട്ടും സ്വന്തം പങ്കാളിയോട് താല്പര്യം കുറയുകയും ആ ഒരു സ്ഥാനത്തേക്ക് മറ്റൊരാളെ പ്രതിഷ്ഠിക്കാനുള്ള സാഹചര്യം ഉണ്ടാകുകയും ചെയ്യുന്നത് സ്വാഭാവികമായ ഒരു കാര്യമാണ്. അപ്പോൾ ഈ ഒരു അവസ്ഥയൊക്കെ മുൻകൂട്ടി കണ്ടുകൊണ്ട് ഇതിനെ പരിഹരിക്കുവാനായിട്ട് രണ്ടു കൂട്ടരും ശ്രമിക്കുക, ശരീരത്തിൽ ശുചിത്വം പാലിക്കുക, അനാവശ്യമായിട്ട് പ്യൂബിക് ഹെയർസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് മാറ്റുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ പുതിയൊരു വിഷയമായിട്ട് നമുക്ക് വീണ്ടും കാണാം.